അധികാരത്തിൽ വന്ന് 1.5 മാസം കഴിയുന്നതിന് മുമ്പ് പറഞ്ഞതെല്ലാം ചങ്കു തൊടാതെ വിഴുങ്ങിയിരിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. എല്ലാം മാറ്റിപ്പറയുന്ന മുഖ്യമന്ത്രിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറി. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്തെല്ലാം പറഞ്ഞോ അതിനെല്ലാം വിരുദ്ധമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വി.ഡി. സതീശൻ ഇപ്പോൾ അറിയപ്പെടുന്നത് വാക്കുപാലിക്കാത്ത മുഖ്യമന്ത്രി എന്നുള്ള നിലയിലാണ്. പ്രകടന പത്രികയിലും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞോ അതിനെല്ലാം വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഒരു വാക്ക് പോലും പാലിക്കാത്ത മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇപ്പൊ പ്രളയ ദുരിതം ഉൾപ്പെടെ നിരവധി കാര്യങ്ങളുണ്ട്. ഞാൻ ആ വിഷയങ്ങളിൽ പോകുന്നില്ല. ഒരു കാര്യത്തിനും ഒരു നടപടിയുമില്ല. കഴിഞ്ഞ പ്രളയകാലത്തെല്ലാം വാതോരാതെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ച മുഖ്യമന്ത്രി ഇന്നലെ ആറന്മുളയിൽ കോളനിയിലെല്ലാം പോയിട്ട് വെറുതെ 2 കടയും നോക്കി അത് തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരു ഏകോപനമില്ല. മന്ത്രിമാർക്ക് യാതൊരു കാര്യങ്ങളിലും ഉത്തരവാദിത്തമില്ല. സർക്കാർ തലപ്പത്ത് ഇതിനൊരു സംവിധാനമില്ല. പ്രളയ ദുരിതാശ്വാസ നടപടികൾ സമ്പൂർണ്ണമായ അവതാളത്തിലായി. പക്ഷെ ഇവിടെ ഒരു സർക്കാർ ഉണ്ടോ എന്ന് പോലും കണക്കാക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണ് കേരളത്തിലുള്ളത്. സുഹൃത്തുക്കളെ, ഈ സമരം തീർച്ചയായിട്ടും യുവമോർച്ചയ്ക്ക് വളരെ അഭിമാനത്തോടെ ഏറ്റെടുക്കാൻ കഴിയും. കാരണം 2 മുന്നണികളുടെയും യുവജന സംഘടനകൾ ഈ സമരത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും യൂത്ത് കോൺഗ്രസുകാർ ഇല്ലാതിരുന്നിട്ടും യുവമോർച്ചയാണ് കേരളത്തിലെ PSC സമരം എല്ലാം ഏറ്റെടുത്തത്. ഇപ്പോൾ 2 സംസ്ഥാനങ്ങളിലെ ശക്തമായിട്ടുള്ള സമരം ഇത് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും, അതും ജാർഖണ്ഡിലും ഒന്ന് കേരളത്തിലുമാണ്. 2ഇടത്തും ദേശീയ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളുമാണ്, ABVPയും യുവമോർച്ചയുമാണ് 2ഇടത്തും സമരത്തിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഈ സമരം നിങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. മുഖ്യമന്ത്രിയെ കൊണ്ടും സർക്കാരിനെ കൊണ്ടും നിലപാടെടുപ്പിച്ചത് മാത്രമേ ഈ സമരത്തിൽ നിന്ന് പിന്മാറാൻ പാടുള്ളൂ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.